Okay, we can start. Take your poem of our 6th lesson, leisure. Leisure means free time. നമ്മൾ ഓൾമോസ്റ്റ് പകുതി കവർ ചെയ്തതാണ് അല്ലേ? ഇനി കുറച്ച് പോർഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം, സ്പീഡിൽ പോവാം. ഓക്കെ, all of you look at your textbook. What is this life is? Full of care. We have no time to stand and stare. നമ്മൾ അന്ന് പറഞ്ഞതാണ് അല്ലേ? The poet is talking about nature, the beauty of nature, and he talks about the human life, the modern human life. Okay, the modern human life is full of busy, and they don't have any time to look out the nature. They don't have any time to admire the nature, the beauty of nature. Okay, they don't have enough time to enjoy their life. അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ അവർക്ക് സമയമില്ല. Okay, മിസ് ഒന്നുകൂടി അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. What is this life is? Full of care. Here care means full of anxieties, full of worries, full of tension. Okay, what is this life is? Full of care. Care ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഇന്നത്തെ ആൾക്കാർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ടെൻഷൻസും വറീസും ആൻസൈറ്റീസും, നാളെ എന്താവും അല്ലെ, എന്റെ ബാങ്ക് ബാലൻസ് എന്താകും എന്നതിനെ കുറിച്ച് മാത്രമാണ് അവർക്ക് ചിന്ത. Then we have no time to stand and stare. Stare means look. Stare means look. Okay, we have no time to stand and stare. Okay, today our human life is described as very complicated one അല്ലേ? ഇന്നത്തെ മനുഷ്യന്മാരുടെ ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മാത്രമേ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് they don't have enough time to enjoy their life. അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. Here our poet W.H. Davis, the full name of W.H. Davis is William Henry Davis. W.H. Davis, that is William Henry Davis. Okay, he's talking about meaningful life. അദ്ദേഹത്തെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? മീനിങ് ആയിട്ടുള്ള ഒരു അർത്ഥപൂർണമായ ജീവിതം എന്ത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത്. What should be a meaningful life? എന്താ ഒരു meaningful life എന്ന് വെച്ചാൽ എന്താ? Here poet says that it is like a child's life. ഒരു കുട്ടിയുടെ ജീവിതം എന്താണ്? അതാണ് എന്ത്? അർത്ഥപൂർണമായ ഒരു ജീവിതം. കുറച്ചുകൂടി വയസ്സായിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്ന് വെച്ചാൽ എന്താ, അവർക്ക് നമ്മുടെ നേച്ചർ നോക്കാനുള്ള സമയമുണ്ടോ? പ്രകൃതി ഒക്കെ നോക്കി ആസ്വദിച്ചിരുന്നാൽ മതി അവർക്ക്? നോ, അവർക്ക് ഭക്ഷണം തന്റെ മക്കൾക്കും അല്ലെ ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കണം അല്ലെ? അവർക്ക് ആഹാരത്തിന് വേണ്ടിയുള്ള പണിയാണ് അവിടെ എടുക്കുന്നത്. നാളെ എന്താകും, ഇന്ന് പണി ഉണ്ടാവോ, ഇന്ന് മഴയാണല്ലോ, അതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതം എന്താ? ഇറ്റ് ഈസ് വെരി പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് അല്ലെ? അവന് കുഞ്ഞു മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക്, ഇപ്പൊ നിങ്ങളെ പോലെയുള്ളവർക്ക് എന്താ, അച്ഛന് പൈസ ഇല്ലല്ലോ, അമ്മക്ക് പൈസ ഇല്ലല്ലോ, നാളെ നമ്മൾക്ക് പണിക്ക് പോകണല്ലോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അല്ലെ? യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. അവൻ എന്തറിയില്ല, they are not bothered about money or they have no worries about life. ജീവിതത്തിനെ കുറിച്ച് ഒരു വറീസും ആർക്കുണ്ടാവില്ല? കുട്ടികൾക്ക് ഉണ്ടാവില്ല. So here the poet says that the meaningful life is a child's life. Okay, then we have no time to stand and stare. ഇന്നത്തെ മനുഷ്യർക്ക്, ഇന്നത്തെ ഹ്യൂമൻ ബീയിങ്സിന് പുറത്തേക്ക് നോക്കാനോ അതെ ഒന്ന് നമ്മുടെ പ്രകൃതി എൻജോയ് ചെയ്യാനോ സമയമില്ല. ഒന്ന് നിൽക്കാൻ പോലും സമയമില്ല. That's why the poet says that they have a complicated life. Then no time to stand beneath the bough. Beneath means under. Bough means main branch of a tree. Bough means main branch of a tree. Bough. Okay, beneath means under. Under means താഴെ, അടിയിൽ. Then okay, no time to stand beneath the boughs. We have no time to stand beneath a tree. അല്ലേ? ഒരു മരത്തിന്റെ താഴെ, ഇല്ലെങ്കിൽ എന്താ, മരം, ഈ ട്രീസ് ഏതിന്റെ ഭാഗമാണ്? നേച്ചറിന്റെ, പ്രകൃതിയുടെ ഭാഗമാണ് അല്ലെ? നമുക്ക് പുറത്തു നോക്കിയാൽ ഫുൾ മരങ്ങളല്ലേ കാണാൻ പറ്റുക?
അപ്പൊ നമ്മൾക്ക് ആ മരത്തിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ അടിയിൽ പോയിട്ട് നിൽക്കാൻ പോലുള്ള സമയമില്ല. We have no any time to stand beneath a tree. Okay, because our human life is that much busy with other things. ബാക്കിയുള്ള കാര്യത്തിലാണ് അവർ ബിസി ആയിട്ടിരിക്കുന്നത്. And stare as long as sheep or cows. അതുപോലെ തന്നെ here he talks about sheep and cows. എന്തുകൊണ്ടാ? They are domestic animals, right? അല്ലേ? അതെന്താ? വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ആണ്. ഇത് ഷീപ്സും കൗസും. They are very peace and quiet. ബാക്കിയുള്ള ആനിമൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൗസും ഷീപ്പും എന്താ? ഭയങ്കര പീസ് ആയിട്ടില്ല, ക്വയറ്റ് ആയിട്ടില്ല, ശാന്തമായിട്ടില്ല. ഒരു ആനിമൽസ് ആണ്, രണ്ട് ആനിമൽസ് ആണ് ഇത് ഷീപ്പും കൗസും. They are enjoying their life more than humans. മനുഷ്യന്മാരെ കാട്ടിലും കൂടുതൽ അവർ അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്. Okay, they can watch everything than humans. അല്ലെ? They are tamed and domesticated easily. അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് മനുഷ്യന്മാരുടെ ഇണങ്ങുന്നുണ്ട്. വേഗത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നുണ്ട് അല്ലെ? They can watch everything and they can look anything outside. അല്ലെ? പുറമെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ കൗസിനും ഷീപ്പിനും പറ്റും. ഇവിടെ നോക്ക. We are in the fourth line. Okay. Okay, you can watch YouTube after this class. YouTube will കാണാം മോനെ. No time to stand beneath the boughs and stare as long as sheep or cows. അല്ലേ? അപ്പോ നമ്മൾക്ക് എന്താ? പശുക്കളെയും അതുപോലെ തന്നെ ആടുകളൊക്കെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ അവർ എൻജോയ് ചെയ്യുന്ന പോലെ നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. And stare as long as sheep or cows. ഇവിടെ ഷീപ്പിനെയും നമ്മുടെ കൗസിനെയും ചേർത്തതിന്റെ ഈ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്തതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ എന്താ? Human beings are totally busy with their modern life, but our sheep and cows, they are very peaceful, they are very quiet, and they can enjoy their life by looking outside. അല്ലെ? പുറമെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് മനുഷ്യന്മാരെക്കാളും കൂടുതൽ. Then third stanza. No time to see when the woods we pass, where squirrels hide their nuts in grass. Okay, we can't time to see anything that happens in woods. അല്ലേ? മരങ്ങൾക്കടിയിലെ woods എന്താണ്? മരങ്ങളാണ് അല്ലെ? അപ്പൊ മരങ്ങളുടെ ഇടയിലെ കൂടി നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ആ മരങ്ങൾ പോലും നോക്കാനായിട്ട് സമയമില്ല അല്ലെ? നമ്മൾ അതിന് പോലും മുൻകൈ എടുക്കില്ല, അതുപോലും നോക്കില്ല നമ്മള്. No time to see when we would pass. നമ്മൾ ആ മരങ്ങൾക്കിടയിലെ പോയി കഴിഞ്ഞാലും were squirrels എന്താ? അണ്ണാനാണ് അല്ലെ? Were squirrels hide their nuts in grass. നമ്മളെ സ്ക്വിറൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്റിൽ തീവ്സ്, അതായത് പുറമേ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു തീവ്സ് ഉണ്ടാവും, അവർക്ക് അറിയായിരിക്കും അവരുടെ തീവ്സിന്. ബാക്കിയുള്ള ആനിമൽസ് അല്ലെ, ബാക്കിയുള്ള ജീവികള് അവരുടെ കയ്യിൽ നിന്നും അവരെടുത്ത നട്ട്സ് കളയാതെ ആർക്കും കൊടുക്കാതെ അവര് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഗ്രാസിന്റെ ഇടയിൽ ഒരു പുല്ലിന്റെ ഇടയ്ക്ക് നമ്മൾ ആ നട്ട്സ് കീപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവര് ഓടിപ്പോകുന്നത് കാണാനുള്ള ടൈം നമ്മൾക്കില്ല. Because we are busy and we don't want to observe them. There is no need to observe them. അല്ലെ? അവരെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം നമ്മൾക്കില്ല. അതാണ് നമ്മുടെ ചിന്ത, മനുഷ്യന്മാരുടെ ചിന്ത അതല്ലേ? Okay, no time to see when woods we pass, but squirrels hide their nuts in grass. അതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. നെക്സ്റ്റ് ലൈൻ നോക്കാം. No time to see. What? All of you mute yourself. Don't unmute yourself. Rihan, Sai Krishna. Okay. What is this life is full of care. We have no time to stand and stare. No time to stand beneath the boughs and stare as long as sheep or cows. No time to see when woods we pass, where squirrels hide their nuts in grass. No time to see in broad daylight.
streams full of stars like skies at night. Ini. Okay. No time to see. നമ്മൾക്ക് പിന്നെയും എന്തോ ഒന്ന് കാണാൻ സമയമില്ല. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? In broad daylight. Okay. നമുക്ക് ആ ഡേ ലൈറ്റിന് എന്തായിട്ട് പറഞ്ഞത്? ബ്രോഡ് ഡേ ലൈറ്റ് അല്ലേ? ആ ഷൈൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും തെളിച്ചമുള്ള ബ്രൈറ്റ് ഡേ ലൈറ്റ്. The broad daylight streams full of stars like skies in the night. Streams means river. Streams. Aruvi. Streams full of stars. Here streams means rivers and streams full of stars means shining bubbles in the rivers. Shining bubbles in the rivers. Okay, write the meaning. Josie. Okay, no time to see. In broad light, streams full of stars. Here means shining bubbles in the rivers. Okay, makkale nokka. No time to see. In broad light, streams full of stars like skies at night. അപ്പൊ നമ്മുടെ ഈ ബ്രോഡ് ഡേ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റിവറിലേക്ക് പതിക്കുന്ന സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ആ വെള്ളത്തിലെ ബബിൾസ്. ആ ലൈറ്റ് കൊണ്ട് നമ്മുടെ റിവേഴ്സില്, ആ ഡേ ലൈറ്റിന്റെ ലൈറ്റ് കൊണ്ട് നമ്മുടെ റിവേഴ്സിൽ എന്തായിട്ടുണ്ട്? കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബബിൾസിനെ എന്തായിട്ട് കാണുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് സ്കൈസ് അറ്റ് നൈറ്റ് അല്ലെ? രാത്രിയിലെ ആകാശങ്ങളില് നിറയെ നക്ഷത്രങ്ങൾ ഉള്ളത് പോലെയാണ് നമ്മുടെ വാട്ടറിൽ ഡേ ലൈറ്റ് പതിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഡേ ലൈറ്റ് നമ്മുടെ റിവറിൽ പതിയുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയിട്ടാണ് കാണുക. ഓക്കെ, ആ ബബിൾസിന് എന്തായിട്ട് അവിടെ പറഞ്ഞത്? ഇറ്റ് ഇസ് ലൈക്ക് സ്കൈസ് അറ്റ് നൈറ്റ്. രാത്രിയിലെ നക്ഷത്രങ്ങൾ പോലെ ഇത് ഫീൽ ചെയ്യുന്നു. Then, no time to turn at beauty's glance and watch her feet how they can dance. Okay, here the personification comes. Personification എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുണ്ട് എന്ന് സങ്കല്പിക്കുന്നതാണ് എന്ത്? ജീവനുള്ളതായിട്ട് പറയുന്നതാണ് എന്ത്? പറയേ, പെർസോണിഫിക്കേഷൻ. അതായത് ഇവിടെ നേച്ചറിനെ ഒരു ഡാൻസർ ആയിട്ടാണ്, ഒരു പെൺകുട്ടിയായിട്ടാണ് ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേച്ചറിനെ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നോക്കാം. No time to turn at beauty's glance and watch her feet how they can dance. Here the personification comes. The poet personifies nature as a girl, a woman, a beautiful woman. Okay, then no time to wait till her mouth can embrace that smile her eyes began. No time to wait till her mouth can embrace that smile her eyes began. Here also the personification comes. Then ഒരു പെൺകുട്ടിയുടെ ചിരിയായിട്ട് അല്ലെ ഒരു പെൺകുട്ടിയുടെ ഫീറ്റ്, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞത്? നേച്ചറിനെ കമ്പയർ ചെയ്യാണ് ഇവിടെ. Then embrace that smile her eyes began. The smiling of the face, the smiling face of the girl is, or the smiling face of the woman is compared as nature. Then a pure life is thus full of care. We have no time to stand and stare. A poor life is life thus is. Okay, again the poet says that this is the poor life, and the human beings have a complicated life, and they have no enough time to enjoy their life. They are not worshipping their nature. They are not looking outside. They are very busy and they became a machine. Then a poor life is, okay, the complicated human life is again described as a poor life, and that is full of care. That is full of care means it is full of anxieties, it is full of tensions. Okay, then we have no time to stand and stare. The repeated line is here. We have no time to stand and stare. That means we have no such time to enjoy our nature. Okay, that's about our poem. Okay, Edwin, read that poem. What is this life is full of care? We have no time to stand and stare.
No time to stand beneath the boards and stairs as long as sheep or cows. No time to see when woods we pass, where squirrels hide their nuts in grass. No time to see in broad daylight streams full of stars, like skies at night. No time to turn at beauty's glance and watch her feet how they can dance. No time to wait till her mouth can enrich that smile. Her eyes became a poor life. This is full of care. We have no time to stand and stare. Okay. Do you understand the poem? Poem മനസ്സിലായില്ലേ നിങ്ങൾക്ക്? Poem മനസ്സിലായില്ലേ? കുഞ്ഞു പോയല്ലേ? മനുഷ്യന്മാരുടെ മിസ് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് മനസ്സിലായല്ലേ? നമ്മുടെ മനുഷ്യരുടെ ജീവിതം ഇപ്പൊ എങ്ങനെയാണ്? എന്റെ ബാങ്ക് ബാലൻസ് അല്ലേ? ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് ആരോടും മിണ്ടാൻ സമയമില്ല, അല്ല എനിക്കൊന്ന് പുറത്തു പോയിട്ട് എന്റെ നേച്ചർ, എന്റെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് ജോലിക്ക് പോകണം, എന്റെ ബാങ്ക് ബാലൻസ് കൂട്ടണം മാത്രമുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ നമുക്കിപ്പോ? അപ്പൊ എന്താണ് പോയിട്ട് പറയുന്നത്? അതൊരു മീനിങ് ഫുൾ ലൈഫ് അല്ല. ഒരു അർത്ഥപൂർണമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നതാണ്, നമ്മുടെ പ്രകൃതിയെ ആസ്വദിക്കുന്നതാണ്. എന്ത്? നമ്മൾ നമ്മുടെ നേച്ചറിനെ എൻജോയ് ചെയ്യുന്നുണ്ട് മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാകുള്ളൂ? Then only we get a meaningful life. Okay. പോയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞു പോയാണ്, സിമ്പിൾ ആണ്. Then next, take the next page. Filling the blanks, read and write. Filling the blanks. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, കുറച്ച് സ്പീഡിൽ നമ്മൾ പോയേ പറ്റും. We can take night class also. നമുക്ക് നൈറ്റ് ക്ലാസ്സും കൂടി എടുത്തെടുത്ത് പോകാം. ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം, നിങ്ങളും കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. എന്ത് മുത്തേ? നൈറ്റ് ക്ലാസ്സാ? നമുക്ക് വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്തൂടെ? മിസ് വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കാം. നോക്കട്ടെ, മിസ് കുറച്ച് ബിസിയാണ് ഇപ്പൊ, 2 ദിവസത്തേക്ക് പറ്റില്ല. മിസ്സിന് ക്ലാസ്സിലെ ദിവസം എടുക്കാൻ പറ്റില്ല, അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു ലെസൺ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എടുത്ത് തീർത്തു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ പീരീഡിന്റെ സമയത്ത് നമുക്ക് ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ സ്പീഡിൽ പോവാം. റിവിഷൻ വേണ്ട എന്റെ മക്കൾക്ക്, എടുത്ത് തീരണ്ടേ? നമുക്ക് 2 പീരീഡല്ലേ കിട്ടുന്നുള്ളൂ. Then take page number 26. Filling the blanks, first one. No time to see in broad dash streams full of stars like dash at night. Fill that blanks. Daylight. No time to see in broad daylight. Very good. Right, daylight. Daylight. Then streams full of stars like dash at night. Skies at night. Skies at night. No time to broad daylight. Streams full of stars like skies at night. Skies at night. Okay, all of you finished? Then second one. No time to turn at dash glance. Beauty's glance. Beauty's glance. The same word in the poem. നമ്മുടെ പോയത്തിലെ same word ആണ്. നോക്കി എഴുതുക. No time to turn at beauty's glance and watch her feet how they can dance. Very good. Right. മിസ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നെ, read and write filling the blanks A. കണ്ടോ? Page number 26. അതിൽ first one, no time to see in broad dash. കണ്ടോ? അവിടെ ഏതാ? Daylight. ഇനി poem നോക്കിയേ. പോയത്തിലെ first line നോക്കിയേ.
Poetry first line, poetry 1, 2, 3, 4. Fourth line, okay. Fourth stanza. No time to see in broad daylight. Blanks fill ചെയ്യാനാ പറഞ്ഞത്. Finish. Okay, wait. Second one, no time to turn at beauty's glance and watch her feet, how they can dance. Another one, third one. A pure life thus is full of dash. Full of care. We have no time to stand and stare. Stand, right? Stand. Okay, all of you finished? Great. Please turn on the video. Video off ആക്കി ഇരിക്കരുത് എന്റെ ക്ലാസ്സിൽ. എഴുതുന്നുണ്ടോ? ലൈൻ എഴുതാൻ പറഞ്ഞില്ലേ? Okay. All of you finished? Okay, if you finished, എഴുതി കഴിഞ്ഞെങ്കിൽ മിസ് തമ്പ് കാണിച്ചേ. Who is that? Who is talking with your papa? Godwin. Okay. Then another one, answer these questions. Answer these questions. What does the poet mean when he says, what is this life if full of care? What does the poet mean when he says, what is this life if full of care? Miss പറഞ്ഞു തന്നാണ് ആൻസർ പറഞ്ഞേ. What is this life if full of care എന്ന് പറയുന്ന ആ ലൈൻ കൊണ്ട് നമ്മുടെ പോയറ്റ് മീൻ ചെയ്യുന്നത് എന്താണ്? We are These busy. lines, the poet speaks about our life is full of Busy. stress. Our life is full of stress, and we are worried. And we have lot of tensions. We have lot of worries. Okay, the point means that our life is full of worries and stress. When he talks about the line, what is this life if full of care? Okay, and second line, second question, what do sheep and cows do? What do sheep and cows do? Sheep and cows stay for a long time. They can look outside long time. Sheep and cows look for a long time. Okay. Sheep and cows stare or look, stare for a long time. Sheep and cows stare for long time. Muhammad, are you listening here? Question answer ഓരോ ദിവസം തരുന്നത് പിറ്റേ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് മാത്രം എന്റെ ക്ലാസ്സിൽ വന്നാൽ മതി. ഞാൻ ഏത് സമയത്തും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, കേട്ടല്ലോ അതുലേ? ആ, പഠിക്കാൻ പറയുന്ന സമയത്ത് അമ്മേനെ പഠിപ്പിക്കാൻ പാടില്ല. Okay then, sheep and cows stare for long time. Sheep and cows stare for long time. Okay. Then third question. What does the poet want us to see in the woods? Okay. What does the poet want us to see in the woods? Which is the answer? Woods il endha namukku kaananullade? In the woods, the poet wants us to see the squirrels. The squirrels hiding their nuts in grass. The squirrels hiding their nuts in the grass. Okay.
The poet wants us to see in the woods that the squirrels hiding their nuts in the grass. The squirrels hiding their nuts in the grass. Okay, the squirrels hiding their nuts in the grass. Okay, understood? Okay, in the woods, the poet wants us to see that the squirrels hiding their nuts in the grass. The squirrels hiding their nuts in the grass. Abel Binoy, why are you late in the class? Why are you late in the class? You are always like this. എപ്പോഴും ഇങ്ങനെയാണല്ലേ Abel Binoy? ഏതാ ക്ലാസ്സിന്റെ ടൈം? ക്ലാസ്സിന്റെ ടൈം ഏതാ? 10 മണിക്ക്. 10 മണിക്കാണ്. അറിയാമോ? ഇപ്പൊ സമയം എത്രയായി? 10:29. ഇനി 10 മിനിറ്റ് ആണ് ക്ലാസ്. 9 മിനിറ്റ് ആണ് ക്ലാസ്. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അച്ഛന്റെ അമ്മന്റെ റെസ്പോൺസിബിലിറ്റി ആണോ കുട്ടികളെ സമയത്ത് ക്ലാസ്സിൽ കയറ്റുക എന്നുള്ളത്? ഈ 10 വയസ്സായി നിങ്ങളെ ക്ലാസ്സിൽ ഇരുത്തേണ്ടത് നിങ്ങളുടെ അച്ഛനും അമ്മന്റെയും കടമയാണോ? Fourth question. Page number 26, Abel Binoy. We completed our lesson and we completed section 1A, filling the blanks. Next one, B, and we discussed 3 questions also. And the last question, 4th question. What does the poet compare streams to? Okay, a streams ne enduvayittana compare cheythathu? Take a poem. All of you take a poem, then answer me. What does the poet compare the streams to? The poet compares streams to skies full of stars at night, right? Alle? The poet compares streams to river ne ee streams ne endu ayittana compare cheythathu? To skies full of stars at night, alle? Skies full of stars at night. Skies full of stars at night. Okay, and I will give the notes in your WhatsApp. Then fun with words. Pick out the rhyming words in the poem. Okay, see, pick out the rhyming words in the poem. Before that, what do you mean by rhyming words? Rhyming words ennu parnal enda? Words that have similar ending sounds are known as rhyming words, right? Alle? Words in ending sounds. Words in ending sounds ഒരുപോലെയാണെങ്കിൽ ആ വേർഡ്സ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നാ പറയാ. ഓക്കെ, ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? പോയത്തിൽ ഒന്ന് നോക്കിയേ. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ, ലാസ്റ്റ് ലൈൻസ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലൈനിന്റെ ലാസ്റ്റത്തെ വേർഡ് നോക്കുക. കെയർ ആണല്ലേ ഫസ്റ്റ് വൺ. കെയർ, CARE, കെയർ. ഇനി സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് വേർഡ് എന്താ? സ്റ്റെയർ. അപ്പൊ ഒരു റൈമിംഗ് വേർഡ്സ് കിട്ടിയില്ലേ, ഒരു പേര് കിട്ടിയില്ലേ? കെയർ ആൻഡ് സ്റ്റെയർ. യു ക്യാൻ റൈറ്റ് കെയർ ആൻഡ് സ്റ്റെയർ. രണ്ടും പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ? കെയർ ആൻഡ് the words, these two words have similar ending sounds. You can write in the text itself. Text തന്നെ എഴുതാം. ടെക്സ്റ്റ് തന്നെ എഴുതിക്കോ. അവിടെ ചെറുതായിട്ട് എഴുതിയാൽ മതി. Make it fast. We have no enough time. Okay. Stare, care and stare. We are talking about rhyming words, Grace. See, fun with words. See, pick out all the rhyming words in the poem. Write the first one, care and stare. CARE, care, and stare. STARE, stare. Care and stare. You have to submit your note before next Monday. Okay, Grace? Okay, last note Monday. Coming Saturday. You have to submit your English note coming Saturday. Okay? ലാസ്റ്റ് സാറ്റർഡേ ആണ് നിന്റെ സമയം. എഴുതി എന്നെ നോട്ട്ബുക്ക് കാണിച്ചോളാം. ഓരോരുത്തരുടെ നോട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഓരോ ദിവസം ഞാൻ പറഞ്ഞേക്കാം. Then another one, bows cows. Bows cows. BOUGHS, bows, and cows, COWS, cows.
Okay, മനസ്സിലാവുന്നില്ലേ? ഇല്ലെങ്കിൽ പറയാ. Rhyming words ആണ് പറഞ്ഞത്. Rhyming words എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ending sounds ഉള്ള words നമ്മൾ എന്ത് പറയും? Rhyming words. Rhyming words. Okay, bows and cows. B-O-U-G-H-S, bows and cows. C-O-W-S, cows. Then another one, pass and grass. Pass and grass. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ പോയത്തിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. Okay. Third stanza, pass and grass. P-A-S-S, pass. And another one, grass. Grass. G-R-A-S-S, grass. Miss, I have a doubt. Okay. Miss, cycle ഓടിക്കുക എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? Another one, daylight, light and night. Light and night. Light and night. Then glance and dance. Take a poem, then underline the words. Okay? Ella lines in last noka. Glance and dance. Then can began. Hey baby no ye. Ende എഴുതുന്നില്ലേ മോൻ? ഇല്ലേ? ഞാൻ ടെക്സ്റ്റ് നോക്കുവേ, അടിയും കിട്ടും. ഞാൻ വീട്ടിൽ വന്നിട്ട് അടിക്കുകയും ചെയ്യും. Glance and dance ചെയ്യണമെന്ന്. Glance and dance. Then can began. പോയത്തെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Okay? The time is up. Shall we end the class? Bye. Okay, Edwin. Okay, bye.